മനുഷ്യ ജീവിതത്തിൽ പകയ്ക്ക് ഒരിക്കലും സ്ഥാനം നൽകുവാൻ പാടില്ല. നമ്മളെപ്പോഴും ജീവിതത്തിൽ അറിഞ്ഞു വെക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മളുടെ മനസ്സിൽ ഒരിക്കൽ പോലും പകയ്ക്ക് സ്ഥാനം നൽകുവാൻ പാടില്ല. കാരണം പക നമ്മളുടെ മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു? മാനസിക ആരോഗ്യം നശിക്കുന്നു എന്നാണ്. മാനസിക ആരോഗ്യം നശിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ശാരീരികാരോഗ്യവും നശിക്കും. അതുകൊണ്ട് ഒരിക്കലും പകയ്ക്ക് മനുഷ്യ മനസ്സിൽ സ്ഥാനം നൽകുവാൻ പാടില്ല. പക മനുഷ്യൻ്റെ കോശങ്ങളെ പോലും നശിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ പോലും തെളിയിച്ചിട്ടുണ്ട്. കാരണം പക മനുഷ്യൻ്റെ കോശങ്ങളെ പോലും നശിപ്പിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ആളോടും പക വെച്ച് പുലർത്തുവാൻ പാടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് എങ്ങനെയാണ് പക ഉണ്ടാകുന്നത്? എന്തെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് അനുഭവം നേരിടുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആ മറ്റേ വ്യക്തിയോട് പകയുണ്ടാകും. അങ്ങനെ പകയ്ക്ക് സ്ഥാനം നൽകാൻ പാടില്ല. പക മനസ്സിൽ വെച്ച് പുലർത്താനും പാടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഒരാളിൽ നിന്ന് ഒരു നെഗറ്റീവ് അനുഭവം നേരിട്ട് കഴിഞ്ഞാൽ ഞാൻ അയാളോട് പക വെച്ച് പുലർത്താറില്ല. പക്ഷേ ഞാൻ പിന്നീട് അയാളോട് എന്ത് ചെയ്യും? ഒരു അകലം പാലിക്കും കേട്ടോ. പിന്നീട് ഞാൻ എപ്പോഴും അയാളോട് ഒരു അകലം പാലിക്കും. പിന്നെ അയാളോട് ഞാൻ കൂടുതൽ ചങ്ങാത്തത്തിനൊന്നും പോകാറില്ല. പിന്നെ ആ വ്യക്തിയോട് ഞാൻ ചങ്ങാത്തത്തിന് ശ്രമിക്കാറുമില്ല കേട്ടോ. അങ്ങനെയുണ്ട്. നമ്മളൊരു വ്യക്തിയിൽ നിന്ന് അല്ലാതെ എന്ന് കരുതി ആ വ്യക്തിയോട് പക ഒരിക്കലും മനസ്സിൽ സൂക്ഷിക്കാറില്ല. ആരോടും ജീവിതത്തിൽ പക മനസ്സിൽ സൂക്ഷിക്കാൻ പാടില്ല. കാരണം പക ബാധിച്ച വ്യക്തി അദ്ദേഹം സ്വയം നശിക്കുമെന്നാണ്. അതുകൊണ്ട് പകയ്ക്ക് സ്ഥാനം നൽകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അസൂയയും എന്ത് ചെയ്യില്ല? ആ മനുഷ്യ മനസ്സിൽ ഇടം പിടിക്കുവാൻ പാടില്ല. മനുഷ്യ മനസ്സിൽ അസൂയ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ അസൂയ ബാധിച്ച വ്യക്തിക്ക് ജീവിതത്തിൽ ഉയരാൻ കഴിയാതെ പോകും. അയാൾക്ക് ജീവിതത്തിൽ രക്ഷപിടിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ജീവിതത്തിൽ മനുഷ്യ മനസ്സിൽ പകയ്ക്കോ അസൂയയ്ക്കോ ഒന്നും സ്ഥാനം നൽകരുത്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. എനിക്ക് ഒരാളോട് യാതൊരുവിധ അസൂയയില്ല. എന്തുകൊണ്ടെന്നറിയാം? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കഴിവിൽ വിശ്വസിക്കുക. ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് വളരുവാൻ ഞാൻ ശ്രമിക്കും. നമ്മൾ അങ്ങനെയാണ് വേണ്ടത്. നമ്മളുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക. മനുഷ്യ മനസ്സിൽ പകയ്ക്കോ അസൂയയ്ക്കോ ഒന്നും സ്ഥാനം നൽകരുത്. മറിച്ച് എന്ത് നൽകുക? മനുഷ്യ മനസ്സിൽ നല്ല ചിന്തകൾക്ക് സ്ഥാനം നൽകുക, നല്ല കാഴ്ചപ്പാടുകൾക്ക് സ്ഥാനം നൽകുക, വിശാലമായിട്ട് ചിന്തിക്കുക, വിശാല മനസ്കരായി മാറുക കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യജീവിതത്തിൽ ഘോരമായ വിപത്തിനെ തടയാൻ ആർക്കേ കഴിയൂ? നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾക്ക് പോലും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഘോരമായ വിപത്തുകളെ തടയാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുക? നന്മകൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നന്മകൾ എവിടെ വേണം? വാക്കിലും ഉണ്ടായിരിക്കണം, പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാൽ ചിലർക്ക് വാക്കിൽ നന്മയുണ്ട്, പക്ഷേ പ്രവൃത്തിയിലില്ലെങ്കിൽ എന്തില്ല? അത് മോശമാണ്. അതുപോലെ തന്നെ തിരിച്ചും കേട്ടോ. നല്ല പ്രവൃത്തികളൊക്കെയാണ്, പക്ഷേ വാക്കിൽ നന്മയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനും എന്തില്ല? യാതൊരു മൂല്യവുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് പറയുകയാണ്. ഞാൻ വലിയ നന്മകളൊന്നും ചെയ്യുന്ന ഒരാളല്ല. നിങ്ങളോട് തുറന്നു, വലിയ നന്മകളൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. പക്ഷേ എന്നാൽ കഴിയുന്ന ചെറിയ ചെറിയ നന്മകൾ ദിനം പ്രതി ഞാൻ ചെയ്തു പോകുന്നുണ്ട് കേട്ടോ. അത് എന്തൊക്കെ നന്മകളാണ് ഞാൻ ചെയ്യുന്നതെന്ന് മറ്റൊരാളോട് പറയാറില്ല കേട്ടോ, പറയത്തുമില്ല. നമ്മൾ ചെയ്യുന്ന നന്മകൾ മറ്റൊരാളോട് പറയാൻ പാടില്ലെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ എന്ത് ചെയ്യുക? നന്മകൾ പ്രവർത്തിക്കുക.